വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. ഈ ഒരു വചനഭാഗത്ത് യേശുക്രിസ്തു ബെത്സേദയിൽ നടത്തിയ രോഗശാന്തിയെക്കുറിച്ചാണ് പറയുന്നത്. ബെത്സൈദ കുളക്കടവിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ ബെത്സൈദ കുളത്തിന് രണ്ട് പ്രത്യേകതകളാണ് ഉള്ളത്. ഒന്ന്, ഇങ്ങനെയൊരു യഹൂദരുടെ ഇടയിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു, ഒരു ദൂതൻ വന്ന് ഈ കുളം ഇളക്കും. ഈ കുളം ഇളക്കുമ്പോൾ ആദ്യം ഈ കുളത്തിൽ ഇറങ്ങുന്നവർക്ക് സൗഖ്യം ലഭിക്കും എന്നൊരു വിശ്വാസം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അനേകം രോഗികൾ ഈ ബെത്സൈദ കുളക്കടവിൽ വന്നിരുന്നു. അങ്ങനെ വന്നവരിൽ ഒരാളാണ് ഈ തളർവാദ രോഗിയും. പക്ഷെ അവൻ അവിടെ 38 വർഷമായി ഈ കുളക്കടവിൽ കിടക്കുന്നുണ്ട്. ഈ ബെത്സൈദ കുളക്കടവിന് ഈ സൗഖ്യം കൊടുക്കുക എന്നൊരു പ്രത്യേകത മാത്രമല്ല, മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിൻ്റെ അടുത്താണ് അജകവാടം. ഈ അജകവാടം എന്ന് പറഞ്ഞാൽ ജെറുസലേം ദേവാലയത്തിലേക്ക് ബലിക്കുള്ള ആടുകളെ കൊണ്ടുപോകുന്ന ഒരു കവാടമാണ് ഈ അജകവാടം. അപ്പോൾ നിഷേധിക്കാൻ പറ്റാത്ത ഒരു ചരിത്ര സാധ്യത പിതാക്കന്മാർ പറയുന്നത്, ഈ അജകവാടത്തിലൂടെ ആടുകളെ കൊണ്ടുപോകുന്നതിന് മുൻപ് ഈ ബെത്സൈദ കുളത്തിൽ ശുദ്ധീകരിച്ച ശേഷമാണ് കൊണ്ടുപോയിട്ടുള്ളത് എന്നതാണ്. അത് ചരിത്രമല്ല, ചരിത്ര സാധ്യതയാണ് പറയുന്നത്. അപ്പോൾ ഈ ബെത്സൈദ കുളം എന്ന് പറയുന്നത് സൗഖ്യത്തിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെയും കുളമാണ്. അവിടെയാണ് യേശു വന്ന് ഈ ഒരു തളർവാദ രോഗിയോട്, 38 വർഷമായി തളർന്നു കിടക്കുന്ന തളർവാദ രോഗിയോട് ചോദിക്കുന്നത്, സൗഖ്യം ലഭിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അപ്പോൾ അവൻ പറയുന്ന മറുപടി ഏറെ ശ്രദ്ധ നമുക്ക് കൊടുക്കേണ്ട കാര്യമാണ്. കുളത്തിലിറക്കാൻ എനിക്ക് ആരുമില്ല, എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല എന്നൊരു മറുപടിയാണ് അവൻ പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഈ ഒരു തളർവാദ രോഗിയെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ തളർവാദ രോഗി അങ്ങനെ ഒരു മറുപടി പറയുന്നത്? അങ്ങനെ ഒരു ചോദ്യത്തിന് അങ്ങനെ ഒരു മറുപടി, സൗഖ്യം ലഭിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ചോദിച്ചാൽ സൗഖ്യം ലഭിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ആ ചോദ്യവും ഉത്തരവും തമ്മിൽ ഒരു പൊരുത്തമില്ലായ്മ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു തളർവാദ രോഗിയിലേക്ക് നമ്മൾ തളർവാദ രോഗിയെ ഒന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. കുളത്തിലിറങ്ങുക എന്നല്ലാതെ മറ്റൊരു മാർഗവും അവന് രക്ഷയ്ക്കായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഈ ഗലീലയിലും സമരിയായിലും യേശു അനവധി അത്ഭുതങ്ങൾ ചെയ്ത് നടക്കുന്ന ഒരു കാലമായിരുന്നു ഇത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രോഗികൾ എവിടെ തിങ്ങിക്കൂടിയാലും അവർ യേശുവിനെ കുറിച്ച് പറയും. അങ്ങനൊരു വാർത്ത പറയും, യേശു എന്നൊരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കും. അപ്പം ഈ രോഗികൾ തിങ്ങിക്കൂടുന്ന സ്ഥലമായ ഈ ബെത്സൈദയിൽ തീർച്ചയായും അവൻ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ല എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ഇറ്റ്സ് ആൻ ഇംപോസിബിൾ തിങ്. അവൻ തീർച്ചയായും യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ആ യേശുവിനെ അവന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവൻ്റെ മനസ്സ് ഈ വെള്ളത്തിൽ പൂട്ടപ്പെട്ട മനസ്സാണ്. വെള്ളത്തിൽ പൂട്ടപ്പെട്ട മനസ്സ് എന്ന് പറഞ്ഞാൽ 38 വർഷം മുൻപ് അവൻ അവിടെ വന്ന് കിടന്നപ്പോൾ അവൻ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, സൗഖ്യം ലഭിക്കുക എന്നുള്ളത്. പക്ഷേ സൗഖ്യം ലഭിക്കാൻ വേണ്ടി അവൻ അവിടെ കിടന്ന് ആ സൗഖ്യം ലഭിക്കാനുള്ള മാർഗത്തിന് അവൻ അടിമയായി. വെള്ളത്തിലിറങ്ങുക എന്നതായി അവൻ്റെ ലക്ഷ്യം. വെള്ളത്തിൽ പൂട്ടപ്പെട്ടു അവൻ്റെ മനസ്സ്. അതുകൊണ്ടാണ് മറ്റ് സാധ്യതകളിലേക്ക് അവന് ചിന്ത പോകാത്തത്. അവിടെ വന്ന രോഗികൾ യേശുവിനെ കുറിച്ച് പറയുന്നത് അവൻ കേട്ടിട്ടും അത് അവനൊന്ന് ഉൾക്കൊള്ളാൻ പോലും, കേൾക്കാതിരിക്കാൻ വഴിയില്ല. കേട്ടാലും ആ ഒരു ചിന്ത അവനിൽ ഒരിക്കലും വരില്ല. കാരണം ലക്ഷ്യത്തെ മറന്ന് മാർഗത്തിൽ അടിമപ്പെട്ട ഒരു മനസ്സിന് ഉടമയായി അവൻ മാറിക്കഴിഞ്ഞിരുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, അവൻ എന്തുകൊണ്ട് യേശുവിനെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
ഈ 38 വർഷത്തെ അവൻ്റെ അവിടുത്തെ ഇതുകൊണ്ട് അവൻ പ്രതീക്ഷ നശിച്ചവൻ തന്നെയാണ്. ആ സാഹചര്യവുമായിട്ട് നിരാശ മൂലം അവൻ പൊരുത്തപ്പെട്ടു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം യേശു ഇത് അവനെ അങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് എന്നെ ഇറക്കാൻ ആരുമില്ല എന്നുള്ളത്. എന്നാൽ പുതിയൊരു വ്യക്തി അങ്ങോട്ട് കടന്നു വരുമ്പോൾ നമ്മളാണെ സ്വാഭാവികമായിട്ട് അയ്യോ എന്നെ കുളത്തിൽ ഇറക്കണേ എന്ന് പറഞ്ഞ് വിളിച്ചു പോകുന്നതോ, അല്ലെ ഇത് മുൻപ് അന്ധയാചകൻ വന്ന് ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് പറയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ അവിടെ സൈലന്റ് ആയിട്ടിരുന്ന ഈ തളർവാദ രോഗിയോട് യേശു ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞു, സ്വാഭാവികമായിട്ട് എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവൻ്റെ സാഹചര്യമായിട്ട് നിരാശ മൂലം പൊരുത്തപ്പെട്ടു. രക്ഷ പ്രാപിക്കാൻ സാധിക്കും, സൗഖ്യം ലഭിക്കാൻ സാധിക്കും എന്നത് അവനിലൊരു പ്രതീക്ഷ അല്ലെ പ്രത്യാശ അവനിലില്ല എന്നുള്ളതാണ്. അപ്പോൾ തളർവാദ രോഗിയുടെ ഈ രണ്ട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നാം നോക്കണം. ഏതെങ്കിലും മാർഗത്തിന് നമ്മുടെ മനസ്സും പൂട്ടപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ നമുക്ക് യേശുവിനെ കാണാൻ സാധിക്കുകയില്ല. ദീർഘമായ നാളത്തെ വേദനയും സഹനവും നമ്മളിലെ പ്രത്യാശ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവം തുറക്കുന്ന പുതുവഴികളെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതിനുശേഷം പിന്നെ ഈ ഒരു വചനഭാഗം കുറച്ചും കൂടെ പോകുമ്പോൾ നമുക്ക് പിന്നെ യേശു കൊടുക്കുന്ന സൗഖ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. യേശു അവനോട് സൗഖ്യപ്പെടുത്തിയിട്ട് പറയുന്ന ഒരു കാര്യം, നീ നിന്റെ കിടക്കയും എടുത്ത് പോവുക എന്നുള്ളതാണ് തളർവാദ രോഗിയോട് പറയുന്നത്. അത് വായിക്കുമ്പോൾ വളരെ നിസ്സാരമായി തോന്നുമെങ്കിലും യേശു ചെയ്തത് വിപ്ലവകരമായ ഒരു കാര്യമാണ്. വിപ്ലവകരമായ കാര്യമാണ് യേശു ചെയ്തത്. കാരണം സാബത്ത് ദിവസമാണ്. അപ്പോൾ ഈ കിടക്ക എടുക്കുക എന്ന് പറയുന്നത് യഹൂദരെ സംബന്ധിച്ച് മോശയുടെ നിയമം തെറ്റിക്കൽ തന്നെയാണ്. ഭാരമുള്ള വസ്തു എടുക്കുന്നത് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയൊരു തെറ്റാണ്. അവിടെയാണ് യേശു നിന്റെ കിടക്ക എടുത്ത് നീ പോവുക, അല്ലെ എണീറ്റ് പോവുക എന്ന് പറയുന്നത് പോലെയല്ല, കിടക്ക എടുത്ത്, അതായത് ജോലി ചെയ്യുകയാണ്. സൗഖ്യം കൊടുത്തത് പോരായിട്ട് അങ്ങനെ ഒരു ജോലി അവനെയും കൊണ്ടും കൂടെ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അത് ശരിക്കും അവർക്കൊരു ദൈവകൽപ്പനകൾ, മോശയുടെ നിയമം അല്ലെങ്കിൽ ദൈവകൽപ്പനകൾ ലംഘിക്കുന്ന തരത്തിലേക്കാണ് യഹൂദർ ഇതിനെ കണ്ടിരുന്നത്. അത് അവസാനത്തെ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അവൻ ദൈവതുല്യനാക്കി എന്നാണ് അവർ പറയുന്നത്. യേശു ഈ ഒരു വിപ്ലവകരമായ കാര്യം ചെയ്തത് വഴി നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ഞാനാണ് ഏകരക്ഷകൻ; രണ്ട്, യേശുവിൻ്റെ ദൈവത്വമാണ്. യേശുവിൻ്റെ ദൈവത്വമാണ്. ദൈവം പഴയ നിയമകാലത്ത് കൊടുത്ത നിയമങ്ങളെ അസാധുവാക്കാനല്ല, അത് പൂർത്തീകരിക്കാൻ വന്ന താൻ തൃത്വത്തിലെ രണ്ടാമനായ ദൈവമാണ്. ആൻഡ് ഗോഡ് ഹിംസെൽഫ്.